ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നടനും മോഡലും അതുപോലെ തന്നെ ബിഗ് ബോസ് താരവുമായ നമ്മുടെ ഷിയാസ് കരീം വിവാഹിതനായി. കഷ്ടതയിൽ കൈപിടിച്ച് ഒപ്പം കൂടെ നിന്ന ആളാണ് ദർഫ എന്ന് പറയുന്ന ദുബായ്ക്കാരി. ഒട്ടേറെ പ്രത്യേകതകൾ നിറഞ്ഞതായിരുന്നു നമ്മുടെ ഷിയാസ് കരീമിൻ്റെ റിസപ്ഷൻ. ലക്ഷങ്ങൾ പൊടിപൊടിച്ചുള്ള ഒരു മാമാങ്ക കല്യാണം തന്നെയായിരുന്നു ഷിയാസ് കരീമിൻ്റെത്. സിനിമാ താരങ്ങളും അതുപോലെ തന്നെ സീരിയൽ താരങ്ങളും അതുപോലെ സ്റ്റാർ മാജിക് താരങ്ങളും എല്ലാം ഈ വിവാഹത്തിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് മംഗളാശംസകൾ അറിയിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ റിസപ്ഷനിൽ അവിടെ എത്തിച്ചേരുകയും ചെയ്യുകയുണ്ടായി. തീർച്ചയായും ഏവരെയും അമ്പരപ്പിക്കും വിധമാണ് ഷിയാസ് കരീം കല്യാണം സംഘടിപ്പിച്ചത്. സമൂഹത്തിലെ എല്ലാവരെയും ക്ഷണിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലെങ്കിലും വേണ്ടപ്പെട്ടവരെ എല്ലാം ഷിയാസ് കരീം അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. തന്നെ സ്നേഹിക്കുന്ന എല്ലാവരെയും താൻ ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് ഷിയാസ് കരീം പ്രതികരിച്ചത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ റിസപ്ഷനിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട താരങ്ങളെ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് താരമായ ഡോക്ടർ അജിത് കുമാർ, അദ്ദേഹം ഒരു ഗിഫ്റ്റുമായി നമ്മുടെ ഷിയാസ് കരീമിനെ കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അദ്ദേഹം ബിഗ് ബോസിൽ വെച്ച് പരിചയപ്പെട്ടതാണ് നമ്മുടെ ഷിയാസ് കരീമിനെ. തീർച്ചയായിട്ടും വളരെ നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. തീർച്ചയായിട്ടും അദ്ദേഹം മംഗളാശംസകൾ അറിയിക്കാൻ വേണ്ടി ഷിയാസ് കരീമിനെ നേരിട്ടെടുത്തി ആലിംഗനം ചെയ്യുന്നത് നമുക്ക് കാണാം. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരം, സ്റ്റാർ മാജിക്കിൻ്റെ ഇളക്കി മറിക്കുന്ന ഒരു താരമാണ് നമ്മുടെ അനുമോൾ ഷിയാസിൻ്റെ വിവാഹ റിസപ്ഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അനുമോൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടുമായിട്ടാണ് ഈ കല്യാണം കൂടാൻ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അനുമോൾ എല്ലാവർക്കും ജ്യൂസും അതുപോലെ തന്നെ വെള്ളവും എല്ലാം എടുത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ തന്നെ കാണാൻ സാധിക്കും. തികച്ചും ഈ കല്യാണത്തിൽ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി ഷിയാസ് കരീമിന് സപ്പോർട്ട് കൊടുത്ത് നമ്മുടെ സ്റ്റാർ മാജിക്കിൽ എത്തിയത് നമ്മുടെ അനുമോളാണെന്ന് പറയേണ്ടി വരും. തീർച്ചയായിട്ടും എല്ലാ രംഗങ്ങളും അനുമോളെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രമുഖ യൂട്യൂബർമാരും അതുപോലെ തന്നെ ഈ ഷിയാസ് കരീമിനൊപ്പം സെൽഫി എടുക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ പ്രശസ്ത ഗായിക സജിന സലീം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സീരിയലിലും അതുപോലെ തന്നെ സ്റ്റാർ മാജിക്കിൽപ്പെട്ട ഒട്ടനവധി താരങ്ങൾ ഈ കല്യാണത്തിന് ഈ റിസപ്ഷൻ്റെ ചടങ്ങിലേക്ക് കടന്നു വരുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ നടി ശ്രീവിദ്യ ഇപ്പോൾ നമ്മുടെ ഷിയാസ് കരീമിൻ്റെ റിസപ്ഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭർത്താവുമൊത്താണ് അദ്ദേഹം ഈ റിസപ്ഷന് എത്തിച്ചേർന്നത്. എല്ലാവരെയും ആലിംഗനം ചെയ്യുന്നതും അതുപോലെ തന്നെ പരിചയപ്പെട്ട് സെൽഫിക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നതും നമുക്ക് കാണാം. തീർച്ചയായിട്ടും വളരെയധികം തിരക്ക് നിറഞ്ഞ ഒരു സദസ്സായിരുന്നു അത്. ഒട്ടും താമസിയാതെ എല്ലാവരെയും തന്നെ സ്റ്റേജിലേക്ക് കയറ്റി ഫോട്ടോ എടുത്ത് നമ്മുടെ ഷിയാസ് കരീം ആലിംഗനം ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൽ വളരെ ഫേമസ് ആയ ഒരു താരമാണ്. അതുപോലെ തന്നെ അദ്ദേഹം ബിഗ് ബോസിലും ഉണ്ടായിരുന്നു. അദ്ദേഹം 2 കല്യാണം കഴിച്ചാണ് ഫേമസ് ആയത് എങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരത്ത് അദ്ദേഹം ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഏകദേശം സ്റ്റാർ മാജിക്കിലെ എല്ലാ താരങ്ങളും തന്നെ ഇപ്പോൾ അവിടെ എത്തിയിരിക്കുകയാണ്. ശ്രീവിദ്യയും അതുപോലെ തന്നെ നമ്മുടെ അനുമോളും അദ്ദേഹത്തിൻ്റെ ഭർത്താവും എല്ലാം തന്നെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. തീർത്തും വലിയ ഒരു രീതിയിലുള്ള ഒരു കല്യാണ റിസപ്ഷൻ തന്നെയാണ് നമ്മുടെ ഷിയാസ് കരീം ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ടീം എത്തിയിരിക്കുകയാണ്. തൻ്റേതായ ചില പാട്ടുകളിലൂടെയും അതുപോലെ തന്നെ ചില സ്റ്റെപ്പുകളുടെയും മലയാളികളുടെ മനസ്സ് കവർന്ന ഒരു താരമാണ് നമ്മുടെ ടീം. അദ്ദേഹം അതുപോലെ തന്നെ സ്റ്റാർ മാജിക് ഡയറക്ടറും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സീരിയൽ താരമാണ് നമ്മുടെ ആൻസി എന്ന് പറയുന്ന അദ്ദേഹവും ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രമുഖ യൂട്യൂബറാണ് നമ്മൾ ആറാട്ടണ്ണനും അതുപോലെ തന്നെ നമ്മുടെ ഷിയാസ് കരീമിൻ്റെ റിസപ്ഷൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരുവിധം എല്ലാ താരങ്ങളും എത്തിച്ചേർന്നതെന്ന് പറയണം. ബിനു അടിമാലി, നമ്മുടെ സ്റ്റാർ മാജിക്കിൻ്റെ തഗ് വീരൻ,
ബിനു അടിമാലി 4 മിനിറ്റ് കൊണ്ട് 10-15 തഗ്ഗടിക്കുന്ന നമ്മുടെ ബിനു അടിമാലി സാർ നമ്മുടെ ഷിയാസ് കരീമിൻ്റെ വിവാഹ റിസപ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രഞ്ജിനി മേഡവും അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാ താരങ്ങളും എന്ന് ഏകദേശം നമുക്ക് പറയാം. സ്റ്റാർ മാജിക്കിൽ പങ്കെടുക്കുന്ന ഒരുവിധം താരങ്ങൾ എല്ലാം തന്നെ ഷിയാസ് കരീമിനെ നേരിട്ട് വിവാഹ ആശംസകൾ അറിയിക്കാൻ വേണ്ടി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരോട് എല്ലാം തന്നെ ആണ്. അപ്പോൾ രണ്ടാമതായി ദർഫ എന്ന് പറയുന്ന പെൺകുട്ടിയെ എന്തുകൊണ്ട് താൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്ന് ഷിയാസ് കരീം പറയുന്നത് നമുക്ക് കേൾക്കാം. ഷിയാസ് കരീം പറയുന്നു, ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ച ഒരാളാണ് താൻ. അതുപോലെ തന്നെ കല്യാണം നിശ്ചയിച്ചതിന് ശേഷം ആദ്യത്തെ കല്യാണം മുടങ്ങിയതിൻ്റെ വേദന അറിഞ്ഞ ആളാണ് താൻ. അതുപോലെ തന്നെ അതേ സ്ട്രഗിളിങ് അനുഭവിച്ച ഒരു പെൺകുട്ടിയാണ് ഈ ദർഫ എന്ന് പറയുന്ന ഈ പെൺകുട്ടി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഇതേ സംഭവം തന്നെ അരങ്ങേറുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് അത്തരം സ്ട്രഗിളിങ് അനുഭവിച്ച ഒരു കുട്ടിയെയാണ് താൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കാരണം തൻ്റെ വേദന അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഷിയാസ് കരീം പറയുന്നത്. ഷിയാസ് കരീമിൻ്റെ വാക്കുകളെ കുറിച്ചൊന്ന് പറയാമോ? വൈഫിൻ്റെ പേര് ദർഫ എന്നാണ്. പുള്ളിക്കാരി അബുദാബിയിലാണ് സെറ്റിൽ. ഫോർട്ടുവെച്ചാണ് വീട്. അനിയനും ഉമ്മയും മാത്രമേ ഉള്ളൂ. വാപ്പ മരണപ്പെട്ടു. പിന്നെ വല്യാപ്പ അവർ അങ്ങനെ കുറേ കസിൻസും ഫാമിലി ഉണ്ട്. അവിടെ അബുദാബിയിൽ എമിറേറ്റ്സ് MPD വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ മോള് അതിൽ പോകാൻ പറ്റുമോ? അപ്പോൾ അതൊക്കെയാണ് ദർഫനെ പറ്റി. ഇല്ല ബ്രോ, മോള് 2019 ഞാൻ പെണ്ണാൻ പോയതാണ്. ഇപ്പോൾ എന്നെപ്പോലെ തന്നെ ഈ ദർഫയുടെ ലൈഫിൽ ഇപ്പോൾ എൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ എൻഗേജ്മെൻറ്റായി, എൻ്റെ കാര്യങ്ങളൊക്കെ മുടങ്ങിപ്പോയി. അതുപോലെ ദർഫയുടെ ലൈഫിലും സെയിം സിറ്റുവേഷൻ. കാര്യം ഞാൻ 2019 പെണ്ണാൻ പോയ ശേഷം 2020 അവരുടെ ഏതൊരു അയാളായിട്ട് എൻഗേജ്മെൻറ്റ് നടത്തി. അങ്ങനെ അത് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പോയി. അത് എൻ്റെ സെയിം അവസ്ഥ. എൻ്റെയും ഇങ്ങനെ തന്നെയായിരുന്നു. നിങ്ങൾക്കറിയാലോ, എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ തമ്മിൽ ഈ റമദാൻ മാസം കണ്ടു, സംസാരിച്ചു, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതൊക്കെയായിരുന്നു. പിന്നെ അത് കല്യാണത്തിലേക്കായി. വലിയ സ്റ്റോറിയാണ്, രസമുള്ള സ്റ്റോറിയാണ്. അത്തരം ഒരു കാരണം കൊണ്ടാണ് ഷിയാസ് കരീം ദർഫ എന്ന് പറയുന്ന പെൺകുട്ടിയെ തന്നെ തൻ്റെ ജീവിത സഖിയായി വരണം എന്ന് ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ ഷിയാസ് കരീമിൻ്റെ ഉമ്മ പറയുന്നു, ഏതൊരു മകൻ്റെയും കല്യാണം കഴിഞ്ഞ് കാണണം എന്നുള്ളത് ഏതൊരു ഉമ്മാൻ്റെയും അതുപോലെ തന്നെ അമ്മയുടെയും ആഗ്രഹമാണ്. തൻ്റെ മകനും ഒരുപാട് വിഷമങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചാണ് ഇവിടം വരെ എത്തിയത് എന്നും തീർച്ചയായിട്ടും ഈ ദർഫ എന്ന് പറയുന്ന പെൺകുട്ടി ജീവിതത്തെ കടന്നു വന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ജീവിതം സന്തോഷത്തിലാണ് എന്നും തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം, ഈ ഒരു സൗഹൃദം, ഈ ഒരു സ്നേഹം മരണം വരെ കൂടെ ഉണ്ടാവട്ടെ എന്നും അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്നുമാണ് ഷിയാസ് കരീമിൻ്റെ ഉമ്മ ആത്മാർത്ഥമായി പഠിച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നത്. പറഞ്ഞ് എൻ്റെ മോനെ ഒരു കല്യാണം കഴിച്ചാണെന്ന് കുറേ ആഗ്രഹമാണ്. അത് ഇപ്പോൾ നടക്കണം. എല്ലാവർക്കും ഏതമ്മമാർക്കും ഇല്ലേ ഒരു കല്യാണം കഴിച്ച് നടക്കണം. ആഗ്രഹം പോലെ നടക്കണം. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ അത് ജീവിതകാലം മുഴുവൻ അവർക്ക് ആയുസോടെ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള ദുആ ചെയ്യും. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ഷിയാസിക്കയുടെ ജനിച്ചപ്പോൾ മുതൽ തിരിഞ്ഞൊന്ന് ഓർക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് മകനെ കുറിച്ച്? പുറത്ത് നോക്കിയാണെങ്കിൽ ഞങ്ങളുടെ ജീവിതകാലം നിങ്ങൾ ഒരു പുസ്തകത്തിൽ എഴുതിയാലല്ല ഒരു സിനിമ പിടിക്കാനുള്ള കഥയുണ്ട്. അതൊന്നും തീരാനില്ല. അത്രയ്ക്ക് കഥ ഞങ്ങളുടെ പുറകോട്ടേക്ക് നോക്കണം. ഞങ്ങളിപ്പോൾ മുമ്പിലേക്ക് തന്നെ പോകണം. ഞങ്ങളതൊന്നും പുറകിലേക്ക് ചിന്തിക്കണില്ല. ഞങ്ങൾക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ടായി. ഒരു 4 മാസം മുമ്പ് ഞങ്ങളുടെ അനുഭവങ്ങളൊക്കെ ആരോടും പറയാൻ തീരാത്തൊരു അനുഭവമായിരുന്നു. ഒരു അമ്മമാർക്കും അങ്ങനെ വരില്ലെന്ന് എല്ലാവരോടും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു മക്കൾക്കും അങ്ങനെ ഒരാളും പറഞ്ഞുണ്ടാക്കി നമുക്ക് സഹിക്കാൻ പറ്റില്ല. അതൊരു അവസ്ഥയല്ലേ അങ്ങനെ. തീർച്ചയായിട്ടും ഷിയാസ് കരീമിൻ്റെ ഈ റിസപ്ഷനും കല്യാണ വീഡിയോയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. ഒരുപാട് നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച ഒരുപാട് താരങ്ങൾ നേരിട്ട് കാണാൻ കഴിഞ്ഞ ഒരു സന്തോഷം അവിടെ കൂടിയ എല്ലാവരുടെയും മുഖത്ത് തീർച്ചയായിട്ടും കാണാനുണ്ട്. അതൊരു അവസരം തന്നെ ആക്കിയെടുത്ത് 100 കണക്കിന് ആൾക്കാരാണ് ഷിയാസ് കരീമിൻ്റെ കല്യാണത്തിലേക്ക് തടിച്ച് കയറിയത്. അതിൻ്റെ ഒരു തിരക്കും അതുപോലെ തന്നെ അവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഷിയാസ് കരീമിൻ്റെ റിസപ്ഷന് ശേഷം ഷിയാസ് കരീമിൻ്റെ ഉമ്മയും അതുപോലെ തന്നെ സജില സലീമും എല്ലാം തന്നെ പാട്ട് പാടി ഡാൻസ് ചെയ്യുന്ന ഒരു സന്തോഷകരമായ ഒരു വീഡിയോ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ആ ഉമ്മ എത്ര സന്തോഷവതിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഷിയാസ് കരീമിന് വാപ്പ ഇല്ല. അതേ ഒരു സന്ദർഭത്തിൽ ഒരുപാട് സ്ട്രഗിളിങ് അനുഭവിച്ചതിന് ശേഷം ഈ ഉമ്മ ഷിയാസ് കരീമിനെ പോറ്റി വലുതാക്കി. അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ്ങും അതുപോലെ ജിംനേഷ്യവും എല്ലാം
ഇന്ന് സ്വന്തമായുള്ള ഈ ഷിയാസ് കരീമിൻ്റെ ഇന്നത്തെ ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉമ്മ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച ഒരു ഉമ്മയാണ് ഇത്. അത് ആ ഉമ്മയുടെ മുഖത്ത് തന്നെ കാണാനുണ്ട് ആ സന്തോഷം. തീർച്ചയായിട്ടും പടച്ചവൻ ഖിയാമത്ത് നാൾ വരെ അങ്ങനെ നിലനിർത്തി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമ്മളും പ്രാർത്ഥിക്കുകയാണ്. ആ ഉമ്മാൻ്റെ സന്തോഷത്തിൽ ഷിയാസ് കരീം ഉമ്മാനെ നെഞ്ചോട് കൂട്ടിച്ചേർത്തുള്ള ഡാൻസ് തീർച്ചയായിട്ടും സന്തോഷം പകരുന്നതെന്നാണ് ഉമ്മയുടെ സന്തോഷം. എന്നെന്നും അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. അപ്പോൾ നിങ്ങളെ കമൻറ്റുകൾ നോക്കിയതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ വീഡിയോയിൽ വല്ല മാറ്റവും വരുത്തണോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. തികച്ചും നല്ലൊരു വീഡിയോയുമായി വീണ്ടും അടുത്ത ദിവസം വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.